നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ നമുക്ക് പരിചയമുള്ള ഒരു ഫോട്ടോയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന് കൊടുത്തിട്ടുള്ളത്. അക്കൗണ്ടിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്നാൽ മറ്റൊരു തലത്തിലോട്ട് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു നമ്മൾ സാധാരണ കാണുന്ന ഈ സ്ഥാപനങ്ങളുടെ കണക്കുകൾ, സ്ഥാപനങ്ങൾ തന്നെയാണ് ഇവിടെയും, എന്നിരുന്നാലും ഒരല്പം ഡിഫറൻസ് ഉണ്ട്. യാത്രകൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണല്ലേ, യാത്രകൾ ചെയ്യാനായിട്ട് വളരെയധികം ഇഷ്ടമാണ്. യാത്രകളുടെ കണക്കുകളാണ് നമ്മളിന്നിവിടെ പഠിക്കുന്നത്. യാത്രകളുടെ കണക്കെന്ന് പറയുമ്പോഴത്തേനും ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾക്ക് ആ ഫോട്ടോയിലൂടെ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്. കടൽ അല്ലെങ്കിൽ കപ്പൽ അല്ലെങ്കിൽ ജലഗതാഗതത്തെ പറ്റിയുള്ള ഒരു മേഖലയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളത്. വെള്ളത്തിലൂടെയുള്ള യാത്രകൾ, ജലഗതാഗതം, കപ്പലിലൂടെയുള്ള യാത്രകൾ, പൊതുവെ ഇത്തരത്തിലുള്ള യാത്രകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് വോയേജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ വോയേജ് എന്ന് പറയുന്ന വാക്കിൻ്റെ പൊതുവായ ഒരു അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലഗതാഗതമെന്നോ കപ്പൽ ഗതാഗതമെന്നോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലറായിട്ട് നമ്മൾ ജലഗതാഗതം, വെള്ളത്തിലൂടെ പോകുന്ന ഏറ്റവും പ്രധാനമായിട്ട് നമുക്കിവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുള്ളത് വെള്ളത്തിലൂടെ പോകുന്ന കപ്പലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ കപ്പലിലൂടെ പോകുന്ന യാത്രകളുടെ വരവ് ചെലവ് കണക്കുകളും ലാഭങ്ങളും. കപ്പലിലൂടെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് ആ കമ്പനിയുടെ കൈവശം ഒത്തിരി കപ്പലുകൾ ഉണ്ടെന്നിരിക്കട്ടെ, ആ കപ്പലുകളിലൂടെ ആളുകളെ ആയാലും സാധനങ്ങളായാലും കൊണ്ടുപോകുന്നതാണ് ആ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം തന്നെ ഈ കപ്പലിലൂടെ സാധനങ്ങളും അതുപോലെ തന്നെ ആളുകളെയും വഹിച്ചുകൊണ്ട് ഒരു തീരത്ത് നിന്നും മറ്റൊരു തീരത്തിലോട്ട് പോവുക, അതിനുള്ള വരുമാനം എന്തെന്ന് വെച്ചാൽ നേടിയെടുക്കുക, അതിൻ്റെ ചെലവുകൾ എന്താണെന്ന് വെച്ചാൽ വഹിക്കുക. അപ്പോൾ ഈ ഒരു തീരത്ത് നിന്നും മറ്റൊരു തീരത്തിലോട്ട് കപ്പൽ പോകുന്നു, ഇവിടെ നിന്ന് ആളുകളെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. ചിലപ്പോൾ അവിടെ നിന്ന് ആളുകളെയോ സാധനങ്ങളെയോ, നമുക്കെപ്പോഴും സാധനങ്ങളാണ് കേട്ടോ കൂടുതലും പഠിക്കാനായിട്ടുള്ളത്. മെർക്കൻഡൈസ്, സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് അവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ലോഡ് ചെയ്യുന്നു, അടുത്ത തീരത്ത് കൊണ്ടുചെല്ലുന്നു, അടുത്ത പോർട്ടിൽ കൊണ്ടുചെല്ലുന്നു, അവിടെ അൺലോഡ് ചെയ്യുന്നു. അവിടെ നിന്ന് ചിലപ്പോൾ ആളുകളോ അല്ലെങ്കിൽ സാധനങ്ങളോ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യാത്ര കവർ ചെയ്ത് വരുന്ന സമയത്ത് സാധനങ്ങളുമായിട്ടല്ലേ പോകുന്നത്. സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഏത് കമ്പനിയുടെ സാധനങ്ങളാണോ നമ്മുടെ കപ്പലിനകത്ത് വെച്ച് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഏത് വ്യക്തികളുടെ മെർക്കൻഡൈസ് ആണോ കൊണ്ടുപോകുന്നത്, ആ കൊണ്ടുപോകുന്നതിന് ഈ കപ്പലിൻ്റെ കമ്പനിക്ക് എന്ത് കൊടുക്കും? ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു തുക കൊടുക്കും. അതാണ് ഈ യാത്രയിലെ അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം തന്നെ എന്താണ്? ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിലൂടെയുള്ള വരുമാനമാണ്. അപ്പോൾ വരുമാനം മാത്രമല്ല, കപ്പലുമായി ബന്ധപ്പെട്ട് ഈ കടലിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെലവുകളും ഉണ്ടാകും, അവർക്ക് വരവുകളും ഉണ്ടാകും. ഒരു യാത്ര കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് എന്തോരം വരവുണ്ടെന്നും ചെലവുണ്ടെന്നും എന്തോരം ബാക്കി ലാഭമുണ്ട് നഷ്ടമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന, അല്ലെങ്കിൽ അക്കൗണ്ടുകളെ പൊതുവേ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വോയേജ് അക്കൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ടതും വളരെ സുപ്രധാനമായിട്ടുള്ളതുമായ ചില വാക്കുകൾ ഈ യൂണിറ്റിനകത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്തിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമ്മുടെ ഈ സർക്കാർ പരീക്ഷകളെ സംബന്ധിച്ച് ഒന്നുകിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയപ്പെടുന്ന ചില മേഖലകൾ ഇന്ന് ചോദിച്ചു തുടങ്ങുന്നുണ്ട്. വളരെ കട്ടിയായ വാക്കുകളിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള വാക്കുകളെ നമ്മൾ എപ്പോഴും ക്യാപ്ചർ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആ വാക്കുകൾ നമുക്ക് എപ്പോഴും സഹായകരമായിരിക്കും ഉത്തരങ്ങളിലോട്ട് എത്താൻ. അപ്പോൾ ഇതിനകത്ത് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ വാക്കുകളുണ്ട്. അപ്പോൾ വാക്കുകളുടെ പരിചയപ്പെടലുകളും ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് വരുമ്പോഴത്തേനും അവരുടെ ലാഭം കണക്കാക്കുക എന്നതാണ് ഈ വോയേജ് എന്ന് പറയുന്ന പ്രവൃത്തി കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം ഒരു തുടക്കമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതെന്താണെന്ന് നമുക്ക് നേരെ ഇതിൻ്റെ നോട്ട്സുകളിലോട്ട് കിടക്കാം. എന്താണ് വോയേജ് അക്കൗണ്ട്? ഷിപ്പിംഗ് കമ്പനീസ് ആർ ട്രാൻസ്പോർട്ടിംഗ് കമ്പനീസ്. അപ്പോൾ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്നത് ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന കമ്പനികളാണ്. എൻഗേജ്ഡ് ഇൻ ട്രാൻസ്പോർട്ടിംഗ് മെയിൻലി കാർഗോ ഓർ മെർക്കൻഡൈസ്. പ്രധാനമായും സാധനങ്ങളാണ് അവർ ഈ കപ്പലുകൾ വഴി എന്ത് ചെയ്യുന്നത്? കൊണ്ടുപോകുന്നു. എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്?
ത്രൂ വാട്ടർ, ജലത്തിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ഫ്രം വൺ പോർട്ട് ടു അനദർ, ഒരു തീരത്ത് നിന്നും അല്ലെങ്കിൽ ഒരു തുറമുഖത്ത് നിന്നും മറ്റൊരു തുറമുഖത്തിലോട്ട് ജലഗതാഗതത്തിലൂടെ സാധനങ്ങൾ കൊണ്ടുപോവുകയാണ് പ്രധാനമായും ഷിപ്പിംഗ് കമ്പനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു, എന്തുമാത്രമല്ല സാധനങ്ങൾ മാത്രമല്ല, പലപ്പോഴും ആരെയും കൊണ്ടുപോകാറുണ്ട്. ദേ ഓൾസോ ക്യാരി പാസഞ്ചേഴ്സ് ഇൻ ദ സെയിം ഷിപ്പ് ഈസ് ടേംഡ് ആസ് വോയേജ്. അപ്പോൾ സാധനങ്ങൾ മാത്രമല്ല ആരെയും കൂടി കൊണ്ടുപോകാറുണ്ട്, ആളുകളെയും കൂടി കൊണ്ടുപോകാറുണ്ട്. ഇങ്ങനെയുള്ള യാത്രകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് വോയേജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വോയേജ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പുറത്തോട്ടുള്ള, ഒരു തീരത്ത് നിന്നും പുറത്തോട്ടുള്ള ജേണിയുമായിരിക്കാം, ഔട്ട്വേർഡ് ജേണിയുമായിരിക്കാം, അവിടെ നിന്നും അകത്തോട്ടുള്ള ഇൻവേർഡ് ജേണിയുമായിരിക്കാം ഒരു വോയേജ് എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റഡ് വോയേജ് എന്ന് പറയുന്നത്, ഒരു പൂർണ്ണമായ യാത്ര എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്കൊരു പൂർണ്ണമായ യാത്രയെ വിളിക്കാം. ഒന്നുകിൽ നമ്മളൊരു തീരത്ത് നിന്നും അടുത്ത തീരത്തിലോട്ട് എത്തുകയാണ്, അതൊരു പൂർണ്ണമായ യാത്രയാണ്, കംപ്ലീറ്റഡ് ആണ്, ഇവിടെ നിന്ന് അവിടെ നിന്ന് എത്തി കഴിഞ്ഞു. ഇനി അവിടെ നിന്നും ഇങ്ങോട്ട് പുറപ്പെട്ട് തിരിച്ചിവിടെ എത്തുമ്പോൾ നമുക്കതിനെ ഒരു കംപ്ലീറ്റഡ് ജേണി എന്ന് വിളിക്കാം. ശരിക്കും ഒരു ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ നിന്നും അവിടെ എത്തുന്നു, അവിടെ നിന്ന് തിരിച്ച് ഇവിടെ എത്തുമ്പോഴാണ് ഒരു കംപ്ലീറ്റ്ലി ഫുള്ളി ആയിട്ടുള്ള ഒരു കംപ്ലീറ്റഡ് വോയേജ് എന്ന് പൊതുവേ നമ്മൾ പറയപ്പെടുന്നത്. എന്നാൽ ഇവിടെ നിന്നും അടുത്ത തീരത്തിലോട്ട് എത്തിയിരുന്നാലും അതൊരു കംപ്ലീറ്റഡ് വോയേജ് ആണ്. കാരണം അവിടെ നിന്നടുത്ത് യാത്ര തുടങ്ങിയിട്ടില്ല. യാത്ര തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും തുടങ്ങി ആ യാത്ര ഇവിടെ വന്ന് അവസാനിക്കണം. സോ എ വോയേജ് ഇൻക്ലൂഡ് ബോത്ത് ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് ജേണി. 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ച് ട്രാൻസ്പോർട്ടിംഗ് കമ്പനികളാണ്, സാധനങ്ങൾ വെള്ളത്തിലൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിലൂടെ, കപ്പലിലൂടെ, ജലഗതാഗതത്തിലൂടെയാണ് അവർ പോകുന്നത്. ഇതിനകത്ത് സാധനങ്ങൾ മാത്രമല്ല ആളുകളെയും അവരെന്ത് ചെയ്യാറുണ്ട്, ക്യാരി ചെയ്തും കൊണ്ട് അല്ലെങ്കിൽ കൊണ്ടുപോകാറുണ്ട്. ഇത്തരം യാത്രകളെ വിളിക്കുന്ന പേരാണ് വോയേജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനകത്ത് ഇൻവേർഡ് ജേണിയും അതുപോലെ തന്നെ എന്തുമുണ്ട്, ഔട്ട്വേർഡ് ജേണിയുമാണ് ഇതിനകത്ത്. ഈ ഒരു യാത്രക്കിടയിൽ സംഭവിക്കുന്ന യാത്രകളുടെ സബ് ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു ഔട്ട്വേർഡ് ജേണി, പുറത്തോട്ടുള്ള യാത്രയും ഒരു ഇൻവേർഡ് ജേണിയുമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതിലോട്ട് വോയേജ് അക്കൗണ്ട്. ഇനി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, യാത്രകൾ ഇങ്ങനെ നടത്തുന്ന സമയത്ത് ചുമ്മാ നമ്മളൊരു ഷിപ്പിംഗ് കമ്പനികൾ വരുമാന മാർഗത്തിന് വേണ്ടിയാണല്ലോ ഈ കപ്പൽ ഇറക്കി ഇട്ടിരിക്കുന്നതും അതിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നതും. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ച് ആ യാത്രയുടെ ലാഭവും നഷ്ടവും അവർക്കറിയണം. അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ നിലനിൽപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഒരു യാത്ര കംപ്ലീറ്റായി വരുന്ന സമയത്ത് ആ യാത്രയുമായി ബന്ധപ്പെട്ട കണക്കുകളും മറ്റുള്ള കാര്യങ്ങളും തയ്യാറാക്കും. തയ്യാറാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടാണ് എന്ത് അക്കൗണ്ട്, വോയേജ് അക്കൗണ്ട്. യാത്രയുമായി ബന്ധപ്പെട്ട് 2 വോയേജ് അക്കൗണ്ട് എന്ത് ടൈപ്പ് അക്കൗണ്ടാണ്. വോയേജ് എന്ന് പറയുന്ന നമ്മളൊരു യാത്ര നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ആ യാത്രയുമായി ബന്ധപ്പെട്ട വരവുകൾ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ചെലവുകൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇത് ഇന്ന കൈമാറ്റമാണെന്ന്. അല്ലാണ്ട് അങ്ങനെ ഒരു സാധനമില്ല. ഞാനിത് പറയാൻ കാര്യം, ഇതിനകത്ത് എഴുതുന്ന കാര്യങ്ങൾ നോമിനൽ നേച്ചറിലുള്ള കാര്യങ്ങളാണ്, നാമമാത്രമായ വിവരങ്ങൾ. അവയ്ക്ക് പേരുകൾ നമ്മൾ ഇടുന്നത് എങ്ങനെയാണ്, കൈമാറ്റത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇത് കൊടുത്തത് കൂലിയാണ് കൊടുത്തത്, അല്ലെങ്കിൽ കപ്പലിന് ഒരു വരുമാനം കിട്ടിയതാണ്. ഈ കൈമാറ്റം നടക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അതല്ലാതെ അങ്ങനെ ഒരു സാധനം ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഇതെന്ത് അക്കൗണ്ട് എന്ന് പറയുന്നത്, നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് എഴുതുന്ന വിവരങ്ങളൊന്നും റിയലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു ഇടപാട് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഇന്ന കൈമാറ്റമാണ്. ആ കൈമാറ്റത്തിൽ നമ്മൾ എന്ത് നിർദ്ദേശിക്കും, ഒരു പേര് നിർദ്ദേശിക്കും. അതുകൊണ്ടാണ് വോയേജ് അക്കൗണ്ടുകളെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, നോമിനൽ അക്കൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ നോമിനൽ അക്കൗണ്ടുകൾക്ക് അല്ലെങ്കിൽ വോയേജ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് അക്കൗണ്ടാണ്, നോമിനൽ അക്കൗണ്ടാണ്. അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാരാ തയ്യാറാക്കുന്നത്, ഷിപ്പിംഗ് കമ്പനികളാണ് തയ്യാറാക്കുന്നത്. പല യാത്രകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ യാത്രകളുടെയും വരവ് ചെലവുകളും ലാഭവും അറിയുന്നതിന് വേണ്ടി ഷിപ്പിംഗ് കമ്പനികളാണ് ഇത് തയ്യാറാക്കുന്നത്. ഓരോ യാത്രയും ഒന്ന് മറ്റൊന്നുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പോകുന്ന ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ
വഹിക്കുന്ന ലഗേജിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു യാത്ര മറ്റൊരു യാത്രയുമായി എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നില്ല, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു യാത്ര മറ്റൊരു യാത്രയുമായി എപ്പോഴും വ്യത്യാസമുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്, വൺ വോയേജ് ഈസ് ഡിഫറൻറ്റ് ഫ്രം അനദർ ആൻഡ് ഹെൻസ് ദ പ്രോഫിറ്റ് ഓർ ലോസ് വൈഡ്ലി വാരീസ്. ശരിയല്ലേടോ? യാത്രകൾ നടക്കുന്ന സമയത്ത് കൊച്ചിയിൽ നിന്നും ബോംബെയിലോട്ട് പോകുമ്പോൾ കിട്ടുന്ന വരുമാനമായിരിക്കില്ല കൊച്ചിയിൽ നിന്നും കൽക്കട്ട പോർട്ടിലോട്ട് പോകുമ്പോഴത്തേനും കിട്ടുന്ന വരുമാനം. അപ്പോൾ വരുമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നതിലോ നഷ്ടം എന്ന് പറയുന്നതിലോ വളരെ വലിയ ഡിഫറൻസ് ഉണ്ടാകും. യാത്രയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വോയേജ് അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ടാണ്, മറക്കരുത്. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ്. എപ്പോഴാണ് തയ്യാറാക്കുന്നത്? കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സമയത്ത്. അങ്ങനെയല്ല, ഒരു അക്കൗണ്ടിങ് പീരീഡിനുള്ളിൽ ഓരോ യാത്രകളുടെയും കണക്കുകൾ പ്രോംപ്റ്റായിട്ട് തയ്യാറാക്കാറുണ്ട്. ഒരു അക്കൗണ്ടിങ് പീരീഡിനുള്ളിലാണ് നമ്മൾ ഈ കണക്കുകളൊക്കെ സാധാരണ ഇമ്മീഡിയറ്റ്ലി ഓൺ കംപ്ലീഷൻ ഓഫ് ദ വോയേജ്, ഒന്നുകിൽ യാത്ര കഴിഞ്ഞ ഉടൻ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തയ്യാറാക്കാൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ ക്ലോസിംഗ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്, ആ കണക്കെടുപ്പ് കാലാവധിക്ക് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഈ പരിപാടി അല്ലെങ്കിൽ ഈ വോയേജ് അക്കൗണ്ടുകൾ തയ്യാറാക്കണം. സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകും. നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്നത് April 1 to March 31 ആണ് നമ്മുടെ ഒരു അക്കൗണ്ടിങ് പീരീഡായിട്ട് നമ്മൾ ശരിക്കും അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ എനി പീരീഡ്, ഏതൊരു കാലാവധിയും, അതായത് ഒരു സ്ഥാപനം എടുക്കുന്ന തങ്ങളുടെ കണക്കുകൾ ചെയ്യാനായിട്ട് എടുക്കുന്ന ഏതൊരു കാലാവധിയുമാണ് പൊതുവേ അക്കൗണ്ടിങ് പീരീഡ് എന്ന് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. 12 മാസത്തിലൊരിക്കലാണ് മിക്കപ്പോഴും അക്കൗണ്ടിങ് പീരീഡ് കണക്കാക്കുന്നത്. അതും സാധാരണ രീതിക്ക് നമ്മുടെ കലണ്ടർ ഇയർ പറഞ്ഞു കഴിഞ്ഞാൽ April 1 തൊട്ട് March 31 വരെയുള്ള ഒരു കാലാവധി. ഈ കപ്പൽ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്, March 31 യാത്ര പുറപ്പെടുകയാണെന്നിരിക്കട്ടെ. March 31 March 1 യാത്ര പുറപ്പെടുകയാണ്, കൊൽക്കട്ടയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് അവിടെ എത്തി, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊച്ചിയിൽ നിന്ന് തിരിച്ചു ബോംബെയിലോട്ട് എത്തിയതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് പുറപ്പെട്ടു. ഒരു കംപ്ലീറ്റഡ് ജേണിയുടെ കണക്ക് നമ്മൾ തയ്യാറാക്കുകയാണ്. പക്ഷേ March 31 ആയിട്ടും ഈ കപ്പൽ തിരിച്ച് എത്തിയില്ല. ഇവിടെ നിന്ന് തിരിച്ചു, അവിടെ ബോംബെയിലെത്തി, സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്ത് അവിടെ നിന്ന് റിട്ടേൺ പുറപ്പെട്ടു. പക്ഷെ March 31 മുന്നേ ഇങ്ങ് എത്തിയാലേ നമുക്ക് ആ കണക്കിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എത്തിയില്ല, March 31 എത്തിയില്ല. അപ്പോൾ നമുക്ക് പറയാം യാത്ര പുരോഗമിക്കുന്നതേ ഉള്ളൂ, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഫുള്ളി കംപ്ലീറ്റഡ് ആയില്ല. അത് നമുക്ക് അകത്തോട്ട് കയറുമ്പം പഠിക്കാം. ഞാനിവിടെ ഒരു റഫ് ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്താണ് പറഞ്ഞത്? ഫുള്ളി കംപ്ലീറ്റഡ് അല്ലാതെ ഞാനിവിടെ കണക്കുകൾ എപ്പോഴാണ് തയ്യാറാക്കുന്നത്? ഒന്നുകിൽ ആ യാത്ര കഴിഞ്ഞതിന് ഇമ്മീഡിയറ്റ്ലി, അല്ലെങ്കിൽ ആ അക്കൗണ്ടിങ് പീരീഡിനകത്ത് എന്ത് ചെയ്യണം, വോയേജ് അക്കൗണ്ടുകൾ തയ്യാറാക്കണം. യാത്രകൾ തിരികെ വന്നില്ല എന്നുണ്ടെങ്കിൽ യാത്ര പുരോഗമിക്കുന്നുവെന്ന് പറഞ്ഞ് നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ അതിനെപ്പറ്റി കാണാവുന്നതാണ്. ഓക്കെ, ഇനി വോയേജ് അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്ന് നമുക്കറിയാം അല്ലേ നോമിനൽ അക്കൗണ്ടിൻ്റെ. അപ്പോൾ എന്താ വോയേജ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ യാത്രയുമായി ബന്ധപ്പെട്ട ചെലവുകളെല്ലാം ഡെബിറ്റ് സൈഡിലും, യാത്രയുമായി ബന്ധപ്പെട്ട വരവുകളെല്ലാം എവിടെയും രേഖപ്പെടുത്തും, ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. രണ്ടാമത്തത്, ഈ യാത്രയിൽ നിന്നും ജനറേറ്റ് ആകുന്ന ലാഭമായാലും നഷ്ടമായാലും അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യും, കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട്. എന്ത് കമ്പനി? ഷിപ്പിംഗ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു രണ്ട് കാര്യങ്ങൾ? ഒന്ന്, യാത്രയുമായി ബന്ധപ്പെട്ട ചെലവുകളെല്ലാം ഡെബിറ്റ് സൈഡിലും യാത്രയുമായി ബന്ധപ്പെട്ട വരവുകളെല്ലാം ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തുന്നു. വോയേജ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് അക്കൗണ്ടാണ്? ഒരു നോമിനൽ അക്കൗണ്ടാണ്. ഈ വോയേജ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം, ആർക്ക്? ഷിപ്പിംഗ് കമ്പനിക്ക് കിട്ടുന്ന ലാഭം എങ്ങോട്ട് മാറ്റുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, March 31 നമ്മൾ കണക്ക് ക്ലോസ് ചെയ്യുന്നത്, കപ്പൽ തിരിച്ച് തീരത്തെത്തിയില്ല. അപ്പോൾ നമ്മൾ പറയും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, സാധനം ഈ കപ്പൽ ഇങ്ങ് തീരത്തെത്തിയില്ല, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ആ യാത്ര പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് വോയേജ് ഇൻ പ്രോഗ്രസ്? ഇഫ് എ വോയേജ് ഈസ് ഇൻകംപ്ലീറ്റ് അറ്റ് ദ എൻഡ് ഓഫ്
എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. ഒരു കണക്കെടുപ്പ് വർഷത്തിൻ്റെ അവസാനം നമ്മൾ കണക്ക് നോക്കാനിരുന്നപ്പോൾ അറിയുകയാണ് ഒരു കപ്പൽ തിരിച്ച് വന്നിട്ടില്ല, വന്നും കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. യാത്രയുടെ പകുതി റിട്ടേൺ, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി സാധനം ഇറക്കി തിരികെ വന്നും കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇങ്ങനെ എത്തിയില്ല. അപ്പോൾ യാത്ര എന്താണ്? പുരോഗമിക്കുന്നതേ ഉള്ളൂ, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഉള്ളതിനെ നമ്മൾ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതിനെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ടേമാണ് വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞത് കണക്ക് ഷിപ്പിംഗ് കമ്പനിക്ക് കുറേ വരവും വന്നിട്ടുണ്ട്, കുറേ ചിലവും വന്നിട്ടുണ്ട്. ആ യാത്ര കംപ്ലീറ്റ് ആണോ? ഇല്ല. അപ്പോൾ കംപ്ലീറ്റ് ആയത് വരെ ഉള്ളതിൻ്റെ കണക്കുകൾ നമ്മൾ എടുക്കണം. ഇൻകംപ്ലീറ്റ് ആയതിനെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ്, അഡ്വാൻസ് എന്നീ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ യാത്ര തിരിക്കുന്ന സമയത്ത് നമുക്കൊരു 10,000 രൂപ കിട്ടിയെന്നിരിക്കട്ടെ. ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ബോംബെ വരെ പോകാനായിട്ടുള്ള ഒരു വരുമാനം, ആ ഷിപ്പിംഗ് കമ്പനിക്ക് കിട്ടിയ ഒരു വരുമാനം 10,000 രൂപയാണ്. ഈ 10,000 രൂപ എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്? കംപ്ലീറ്റ് ആയി കിട്ടുന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? പോയിട്ട് തിരിച്ച് നമ്മുടെ തീരത്തെത്തുമ്പോൾ 10,000 രൂപ പൂർണ്ണമായിട്ടും കിട്ടിയെന്ന് പറയാം. ഇനി പോയി തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു, പകുതി ആയതേ ഉള്ളൂ, ഇനി പകുതി ദൂരവും കൂടെ പിന്നിടാറുണ്ട്. കാര്യം എന്താ? അതിനുള്ളിൽ അക്കൗണ്ടിങ് ഇയർ ആയിപ്പോയി. അപ്പോൾ നാളെ അടുത്ത വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തിനകത്തെ കാര്യങ്ങൾ എഴുതി നിർത്തണം. അപ്പോൾ നമ്മൾ പറയും 10,000 രൂപ നമുക്ക് നിലവിൽ കിട്ടി. ക്രെഡിറ്റ് സൈഡിൽ വരവെഴുതാനല്ലേ പറഞ്ഞത്? 10,000 രൂപ കിട്ടി, അതിൽ 2,500 രൂപ അഡ്വാൻസ് ആണ്. എന്താ അഡ്വാൻസ് പറയാൻ കാര്യം? കപ്പൽ തിരിച്ചെത്തിയില്ല. 2,500 രൂപയുടെ വരവ് നമുക്ക് വരണമെന്ന് പൂർണ്ണമായിട്ടും പറയണമെന്നുണ്ടെങ്കിൽ ആ പകുതി ഭാഗത്തു നിന്ന് കപ്പൽ തിരിച്ച് നമ്മുടെ തീരത്തെത്തണം. എങ്കിലേ 2,500 കൂടെ നമുക്ക് കിട്ടിയെന്ന് പൂർണ്ണമായിട്ടും പറയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? 10,000 എന്ന് പറയുമ്പോൾ പോയിട്ട് തിരിച്ചു വരണം, അതിനുള്ള റെമ്യൂണറേഷനാണ് നമുക്ക് കിട്ടിയ 10. ഈ വർഷത്തെ കണക്ക് നമ്മൾ എഴുതുന്ന സമയത്ത് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു എത്തിയില്ല. 2,500 രൂപയുടെ വരുമാനത്തിനുള്ള യാത്ര കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 10 നമുക്ക് കിട്ടി, ഈ 2,500 എന്താണ്? ഇനി ബാക്കിയുള്ളതിൻ്റെതാണ്. അത് നമുക്ക് പെയ്ഡ് ഇൻ അഡ്വാൻസ് അല്ല, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്കത് നോട്ട് ചെയ്യാം. അപ്പോൾ കണക്ക് നോക്കുമ്പം ശരിക്കും ഈ വർഷം എത്ര രൂപയുടെ വരുമാനമേ ഉള്ളൂ? 7,500 രൂപയുടെ വരുമാനമേ ഉള്ളൂ. ശരിയല്ലേടോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യാത്ര കഴിഞ്ഞു, പൂർണ്ണമായിട്ടും തിരിച്ചിങ്ങ് എത്തിയില്ല, കുറച്ച് രൂപയും കൂടെ യാത്രയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ആ രൂപ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കണക്കാക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 7,500 രൂപയുടെ വരുമാനമേ ആ അക്കൗണ്ടിങ് ഇയറിൽ ഉള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ എങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും? അടുത്ത വർഷം എന്ന് പറഞ്ഞൊരു കണക്കിൽ അതങ്ങ് പെടുത്തും. മനസ്സിലായായിരുന്നോ? അപ്പോൾ ഇതാണ് വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നതിൻ്റെ കാൽക്കുലേഷൻ. ഇനി വോയേജ് അക്കൗണ്ട് എന്താണ് എന്നൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എ വോയേജ് അക്കൗണ്ട് ഈസ് റിയലി എ റവന്യൂ അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് നമ്മൾ വോയേജ് അക്കൗണ്ടിനകത്ത് നമ്മൾ ഈ പറഞ്ഞ വോയേജുമായി ബന്ധപ്പെട്ട കണക്കുകൾ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് നമ്മൾ വരയ്ക്കുന്നൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ടാണ് എന്ത് അക്കൗണ്ട്? വോയേജ് അക്കൗണ്ട്. റിലേറ്റിംഗ് ടു ഇൻകം ഏൺഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ്, വന്ന വരവുകൾ, കയ്യിൽ നിന്നുണ്ടായ ചെലവുകൾ, ബൈ എ വെസൽ ഡ്യൂറിങ് എ പർട്ടിക്കുലർ വോയേജ്. എടോ, ഈ വെസൽ എന്ന് പറയുന്ന വാക്കിന് ഷിപ്പ് എന്നൊരർത്ഥം ഉണ്ട് കേട്ടോ. വെസൽ വാക്കുകളാ കിട്ടുന്ന സമയത്ത് നഷ്ടപ്പെടുത്തരുത്. എൻ്റെ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നൊരു കാര്യമാണ്. അക്കൗണ്ടിങ്ങിനകത്ത് കിട്ടുന്ന പല വാക്കുകളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വാക്കുകളുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം നോട്ട് ചെയ്ത് വെക്കുക. അക്കൗണ്ടിങ്ങിന് ഉപകാരപ്പെട്ടില്ലെങ്കിലും ഇംഗ്ലീഷിന് അത് ഉപകാരപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്, ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ടേമുകളുണ്ടെങ്കിൽ. അപ്പോൾ ഒരു പർട്ടിക്കുലർ വോയേജുമായി ബന്ധപ്പെട്ട വരവും ചെലവിൻ്റെയും കാര്യങ്ങൾ. ജനറലി സ്പീക്കിംഗ് ദ വോയേജ് അക്കൗണ്ട് ആർ നമ്പേർഡ് ആൻഡ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് കെപ്റ്റ് ഫോർ ഓൾ എക്സ്പെൻസസ് ആൻഡ് ചാർജസ് പെർട്ടൈനിങ് ടു ഈച്ച് വോയേജ് ആൻഡ് ഓഫ് ദി ഫ്രൈറ്റ് ഏൺഡ് ബൈ ഈച്ച്. ഓരോ യാത്രകളിൽ ലഭിക്കുന്ന വരുമാനം, യാത്രകളിലെ കമ്പനിക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനത്തെ വിളിക്കുന്ന പേരാണ് കേട്ടോ ഈ ഫ്രൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു കപ്പൽ കമ്പനിക്ക്, ഷിപ്പിംഗ് കമ്പനിക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അതിന് കിട്ടുന്ന റെമ്യൂണറേഷനാണ്. ഒന്നാമത്തെ റെമ്യൂണറേഷനാണ് ശരിക്കും എന്ത് പേരിൽ അറിയപ്പെടുന്ന? ഫ്രൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വോയേജ് എന്നതിനെ പറ്റിയുള്ളൊരു ജനറൽ ഡെഫിനിഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ
ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള 1-2 ടേമുകളൊക്കെ ഇതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. ഇതിനകത്ത് സാധാരണയായി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടേമുകൾ എന്തൊക്കെയാണ്? ഒന്ന്, സാധനങ്ങൾ ക്യാരി ചെയ്യുന്ന സമയത്ത് സാധനങ്ങൾ ക്യാരി ചെയ്തും കൊണ്ട് പോകാൻ ഒരു തുറമുഖത്ത് നിന്നും മറ്റൊരു തുറമുഖത്തിലോട്ട് സാധനങ്ങൾ ഷിപ്പിംഗ് കമ്പനി ക്യാരി ചെയ്തും കൊണ്ട് കപ്പലിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് കമ്പനിക്ക് കിട്ടുന്ന ഫീസിനെ വിളിക്കുന്ന പേരാണ് ഫ്രൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നാമത്തെ സെൻറ്റൻസ്. ഇനി ഈ ഫ്രൈറ്റ് എങ്ങനെ ചാർജ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാധനത്തിൻ്റെ ഭാരം, വോളിയം, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത്. ഒരു ഷിപ്പിംഗ് കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഫ്രൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, വരുമാനങ്ങളെല്ലാം എവിടെ എഴുതും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. കാരണം വോയേജ് അക്കൗണ്ട് എന്ന് പറയുന്ന എന്ത് അക്കൗണ്ട് ആണോ? നോമിനൽ അക്കൗണ്ട് ആണ്. ക്ലിയറായി? ശരി. അടുത്ത പാസേജ് മണി എന്ന് പറയുന്നത്. പാസേജ് മണി, പാസേജ് എന്ന വാക്കിന് അർത്ഥം തന്നെ ഈ പാസേജിനകത്ത് കിടക്കുന്നു ആര്? പാസഞ്ചേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാധനങ്ങൾ മാത്രമല്ല, ദേ ഓൾസോ ക്യാരി പാസഞ്ചേഴ്സ്. ആളുകളെയും കൊണ്ടുപോകാറുണ്ട്. ആളുകളെ വെറുതെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കൊണ്ടുപോകുന്ന ആളൊന്നിന് തലയെണ്ണി എന്ത് വാങ്ങിക്കാം? കാശ് മേടിക്കാം. അങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന ഫെയറിനെ, നിരക്കിനെ വിളിക്കുന്ന പേരാണ് പാസേജ് മണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ ഫെയർ ചാർജ്ഡ് ബൈ ദി ഷിപ്പിംഗ് കമ്പനീസ് ഓൺ ദി പാസഞ്ചേഴ്സ് ഫോർ ക്യാരിയിങ് ദം ടു ദെയർ ഡെസ്റ്റിനേഷൻ. അവരുടെ ലക്ഷ്യസ്ഥാനത്തിലോട്ട് അവരെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ഷിപ്പിംഗ് കമ്പനി അവരിൽ നിന്നും ചാർജ് ചെയ്യുന്ന നിരക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പാസേജ് മണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഷിപ്പിംഗ് കമ്പനിയെ സംബന്ധിച്ച് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വരുമാനം. സാധനം കൊണ്ടുപോകുന്നതിന് ചാർജ് ചെയ്യുന്ന എന്താണോ? ഫ്രൈറ്റ്. ആളുകളെ കൊണ്ടുപോകുന്നതിന് ചാർജ് ചെയ്യുന്ന പൈസ എന്താണോ? പാസേജ് മണി. പാസേജ് മണി എന്ന് പറയുന്ന അപ്പോൾ ഒരു ഇൻകം അല്ലേ? ഇൻകം എവിടെ എഴുതും? നോമിനൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും. ഓക്കെ, അടുത്ത ഭാഗത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രിമേജ്. പ്രിമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ കുറച്ചു മുന്നേ ഫ്രൈറ്റ് പഠിച്ചില്ലായിരുന്ന? ഈ ഫ്രൈറ്റ് ഒരു പരിധിക്കപ്പുറത്തോട്ടുള്ളൊരു വരുമാനം നമുക്ക് കിട്ടുമ്പോൾ, ഫ്ലൈറ്റ് അതായത് ഒരു പരിധിക്കപ്പുറത്തോട്ടുള്ള വെയിറ്റ് കൊണ്ടുപോകുന്ന സമയത്ത് യൂഷ്വലി കൊണ്ടുപോകുന്നതിന് നമ്മൾ ആദ്യം വാങ്ങിക്കുന്ന മെയിൻ വരുമാനമാണ് ഫ്രൈറ്റ് എന്ന് പറയുന്നത്. ഈ ഫ്രൈറ്റ് ഒരു തുകയിൽ കൂടുതലായി കഴിഞ്ഞാൽ അഡീഷണലായിട്ട് ആ ഫ്രൈറ്റിന് ആനുപാതികമായിട്ട് വാങ്ങുന്ന സർചാർജിനെ വിളിക്കുന്ന പേരാണ് പ്രിമേജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രിമേജ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളുടെ അളവ്, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് എന്നിരിക്കട്ടെ. വളരെയധികം വളരെ വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്. സുരക്ഷിതമായിട്ട് മറ്റ് അപകടങ്ങളൊന്നും സംഭവിക്കാതെ ഈ സാധനങ്ങളെ സുരക്ഷിതമായിട്ട് അവിടെ എത്തിക്കണം. അത് ഷിപ്പിംഗ് കമ്പനിയുടെ ജോലിയാണ്. അപ്പോൾ അതിനൊരു നോർമൽ ചാർജ് കൂടാതെ അത് ഒരു കുഴപ്പമില്ല എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ചാർജ് ചെയ്യുന്ന, ഫ്രൈറ്റിന് ചാർജ് ചെയ്യുന്ന ഒരു സർചാർജാണ് എന്ത് പേരിൽ അറിയപ്പെടുന്ന പ്രിമേജ്. കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞാൽ ഒരു അഡീഷണൽ പൈസ അവരെ ഈടാക്കുകയാണ്. സാധാരണ ഈ അഡീഷണൽ പൈസ ഈടാക്കുന്ന സമയത്തുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന അഡീഷണൽ പൈസ നേരത്തെ ചെയ്തിരുന്ന കാര്യം കപ്പലിനകത്തുള്ള സ്റ്റാഫുകൾക്ക് അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് നീ കാര്യം എന്താ, അയ്യോ ഈ സാധനം വളരെ സുരക്ഷിതമായിട്ട് എത്തിക്കണമല്ലോ എന്നൊരു ആത്മാർത്ഥത ഉണ്ടാകും. ആത്മാർത്ഥത ഉണ്ടാകണമെങ്കിൽ എന്ത് കൊടുക്കണം? കാശ് കൊടുക്കണം. കാശ് കൊടുത്ത് നമ്മൾ ആത്മാർത്ഥത വാങ്ങുകയാണ് നേരത്തെയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ അഡീഷണൽ കിട്ടുന്ന തുകയൊക്കെയും ഷിപ്പിംഗ് കമ്പനി തന്നെയാണ് അവരുടെ വരുമാന മാർഗ്ഗമായിട്ട് കണക്കാക്കുന്നത്. നേരത്തെ ആയിരുന്നു അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു, കപ്പലിനകത്തുള്ള സ്റ്റാഫുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പം അതാണ് നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന. എന്തിനാനുപാതികമായിട്ട്? ഫ്രൈറ്റിന് ആനുപാതികമായിട്ടൊരു പെർസെൻറ്റേജ് അഡീഷണലി ചാർജ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര്. ആരിൽ നിന്നും ചാർജ് ചെയ്യും? സാധനം കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സിൽ നിന്നും. ആരുടെ സാധനങ്ങളാണോ കൊണ്ടുപോകുന്നത് ആ കസ്റ്റമേഴ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. എന്തിനു വേണ്ടിയാ? സേഫ് ഡെലിവറി ആയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ സേഫ് കുറവാണ്, അങ്ങനെയല്ല. അവർ കുറച്ചുകൂടെ എന്ത് ചെയ്യും? കുറച്ചൊരു ഡ്യൂ കെയർ അവരതിന് എന്ത് ചെയ്യും? എടുക്കും, സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സെൻറ്റൻസ്. കാരണം മൂന്നാമത്തെ സെൻറ്റൻസ് ഞാൻ പറഞ്ഞ കാര്യമാണെന്ന് തോന്നുന്നു. ഇൻ ഓൾഡൻ ടൈംസ്, പഴയത് നേരത്തെ ഉള്ള സമയത്ത്, പ്രിമേജ് വാസ് കളക്റ്റഡ് ഫ്രം കസ്റ്റമേഴ്സ്
for distributing the amount to the captain and other employees of the ship for the safe place of അല്ലെങ്കിൽ safe delivery of the goods. ക്യാപ്റ്റനും ബാക്കിയുള്ള ആളുകളും ഒക്കെ അതെന്ത് ചെയ്യും, അങ്ങ് വീതിച്ചെടുക്കും. ഇതിനാണ് സുരക്ഷിതമായിട്ട് അങ്ങ് എത്തിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഫ്രൈറ്റ്, പാസേജ് മണി, പ്രിമേജ് ഒക്കെ ഓർമ്മയുണ്ടായിരിക്കണം. ഇനി അടുത്ത പ്രിമേജുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, അപ്പോൾ നേരത്തെ അത് ഡിവൈഡ് ചെയ്ത് എടുക്കുമായിരുന്നു അല്ലേ? നേരത്തെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഫ്രൈറ്റിൻ്റെ കൂടെ അഡീഷണൽ ചാർജ് ചെയ്യുന്ന പൈസ കപ്പലിൻ്റെ കപ്പിത്താൻ, ക്യാപ്റ്റനും മറ്റുള്ളവരും ഡിവൈഡ് ചെയ്ത് എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴതങ്ങനെ ഡിവൈഡ് ചെയ്തൊന്നും എടുക്കാറില്ല. അത് ആര് കീപ്പ് ചെയ്യും? ഷിപ്പിംഗ് കമ്പനി കീപ്പ് ചെയ്യും. ആർക്കും എന്ത് ചെയ്യില്ല, ഡിസ്ട്രിബ്യൂട്ടൊന്നും ചെയ്ത് കൊടുക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതൊരു വരുമാന മാർഗമാണ്. ആർക്ക്? ഷിപ്പിംഗ് കമ്പനിക്ക് ഒരു വരുമാന മാർഗമാണ്. എന്തെന്ന് പറയുന്നത്? ഈ പ്രിമേജ് എന്ന് പറയുന്നത് ഷിപ്പിംഗ് കമ്പനിക്കൊരു അഡീഷണൽ വരുമാനമാണ്. നമ്മൾ ഈ പഠിച്ച 3 എണ്ണവും വരുമാനമാണ് അവരെ സംബന്ധിച്ച്. ഫ്രൈറ്റ്, പാസേജ് മണി, പ്രിമേജ്, 3 എണ്ണം. ഓക്കെ. ഇനി അടുത്ത് അഡ്രസ് കമ്മീഷൻ. അഡ്രസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിപ്പിംഗ് കമ്പനി, അപ്പോൾ ഇവരുടെ കൈവശം കുറേ കപ്പലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കപ്പലിലൂടെ സാധനങ്ങൾ കൊണ്ടുപോയും ആളുകളെ കൊണ്ടുപോയും കിട്ടുന്ന വരുമാനമാണ് ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത്. ചില ഏജൻസികൾ ഇവരുടെ കപ്പലുകൾ ചിലപ്പോൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ കപ്പലിനകത്ത് സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് മതിയായ ഇനിയും സ്പേസ് ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഏജൻറ്റുമാരെ അറിയിക്കും, കപ്പലിൽ സ്ഥലം ബാക്കിയുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ അതിന് ആനുപാതികമായിട്ടൊരു തുക എന്ത് തരാം? കമ്മീഷൻ തരാമെന്ന് പറയും. അല്ലെങ്കിൽ ഈ കപ്പൽ പറയില്ല, ഈ റെൻറ്റിനെടുക്കുന്ന ഒരു ഏജൻസി വന്ന് ഈ കമ്പനിയുടെ കപ്പൽ ഒരു യാത്രയ്ക്ക് വേണ്ടി എടുക്കുകയാണ്, ചാർട്ടർ ചെയ്യുകയാണ്, ഞങ്ങൾക്ക് വേണം. അപ്പോൾ അങ്ങനെ അവർ വന്ന് ഇതെടുത്തും കൊണ്ട് പോകുമ്പോഴത്തേന് അവർക്ക് വരുമാനം ഉണ്ടാകും. അതുകൂടാതെ ഷിപ്പിംഗ് കമ്പനി കൊടുക്കുന്ന ഒരു കമ്മീഷനുണ്ട്. അപ്പോൾ അവർക്ക് ഷിപ്പിംഗ് കമ്പനിക്ക് വരുമാനമായില്ലേ, ആ വരുമാനം ഈ ചാർട്ടർ ചെയ്തവർ അല്ലെങ്കിൽ ഏജൻറ്റുമാർ ആ വരുമാനം നേടിക്കൊടുത്തത് കൊണ്ട് അവരെ എന്തു പറയാനായിട്ട്, അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു റെമ്യൂണറേഷനാണ് എന്തു പേരിൽ അറിയപ്പെടുന്നത്? അഡ്രസ് കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ അഡ്രസ് കമ്മീഷൻ ഈസ് ദി കമ്മീഷൻ പെയ്ഡ് ബൈ ദി ഷിപ്പിംഗ് കമ്പനി ടു ദ ചാർട്ടേഴ്സ് ഓഫ് ഷിപ്പ് or agents or brokers for procurement of freight from different parties. ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നും കച്ചവടം പിടിച്ചുകൊണ്ട് വന്നവരല്ലേ, അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കുന്നു? കമ്മീഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ കണക്ക് ചാർട്ടേഡ് ആണ്. നമ്മൾ ബുക്ക് ചെയ്ത്, അതായത് ഏജൻറ്റുമാർ കപ്പൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്മീഷൻ ചാർട്ടേഴ്സിന് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആർക്ക് കൊടുക്കുകയോ, ഏജൻസിന് കൊടുക്കുകയോ ചെയ്യുന്നു. ഇനി അടുത്ത് ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഷിപ്പിംഗ് കമ്പനി അവർക്ക് എങ്ങനെ കമ്മീഷൻ കൊടുക്കും? ഷിപ്പിംഗ് കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഷിപ്പിംഗ് കമ്പനിക്ക് കിട്ടുന്ന വരുമാനം പ്രധാനമായും സാധനങ്ങളുടെ വരുമാനമാണ്. ആളുകളുടെ വരുമാനം ഉണ്ടെങ്കിൽ പോലും സാധനങ്ങളുടെ വരുമാനമാണ് പ്രധാനപ്പെട്ട വരുമാനം. അപ്പോൾ ആ സാധനങ്ങളുടെ 2 വരുമാനങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് ഫ്രൈറ്റും 2 പ്രിമേജും. പാസേജ് മണി ആളിനെ കയറ്റുന്നതിനുള്ള വരുമാനമാണ്, ശരിയല്ലേ? അപ്പോൾ ഫ്രൈറ്റിനും പ്രിമേജിനും ആനുപാതികമായിട്ടുള്ളൊരു തുക കമ്മീഷൻ ചാർജ് ചെയ്യുകയും ആ കമ്മീഷൻ അവർക്ക് കൊടുക്കുകയും ചെയ്യും. കൊടുക്കുകയല്ലേ ചെയ്യുന്ന കപ്പലിൻ്റെ കമ്പനി അല്ലെങ്കിൽ ഷിപ്പിംഗ് കമ്പനി. കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ്? അതൊരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ വോയേജ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ എഴുതും? ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 4 ടേമുകൾ: ഫ്രൈറ്റ്, പാസേജ് മണി, പ്രിമേജ്, പിന്നെ നമ്മൾ ചിലവ് കൊടുക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവായി തുടങ്ങി. ഒന്നാമത്തെ ചിലവ് അഡ്രസ് കമ്മീഷൻ. ഓക്കെ. അടുത്ത ബങ്കർ കോസ്റ്റ്. ഈ ബങ്കർ കോസ്റ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കപ്പലിൽ ഈ സാധനമോ കൊണ്ടുപോകുന്ന സമയത്തെ കപ്പലിനെ സംബന്ധിച്ച് ചലിക്കണമെന്നുണ്ടെങ്കിൽ, മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇന്ധനം വേണം. അത് പെട്രോളിൻ്റെ രൂപത്തിലോ ഓയിലിൻ്റെ രൂപത്തിലോ ഈ പറഞ്ഞ കണക്ക് ഡീസലിൻ്റെ രൂപത്തിലോ ഒക്കെ ആവാം. കുടിക്കാനുള്ള വെള്ളം എടുത്തു വെക്കണം, അവർക്ക് ചിലവല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ കപ്പലിലൂടെയുള്ള യാത്രകളിൽ അവർക്കുണ്ടാകുന്ന ചിലവുകളാണ്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങി കപ്പലിനകത്ത് പ്ലേസ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനു വേണ്ടി ചിലവാകുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ബങ്കർ കോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബങ്കർ കോസ്റ്റ് എന്താ പറഞ്ഞത്? നമ്മൾ ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത്
ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ബങ്കർ എന്ന് പറയുന്ന ഈ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ബങ്കർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കോളായാലും ഡീസലായാലും പെട്രോള്, ഓയിൽ, അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ, ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ബങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യണമെങ്കിൽ കയ്യിൽ കാശ് വേണ്ട, ചിലവാകൂലേ? അപ്പോൾ ആ ചിലവിനെ വിളിക്കുന്ന പേരാണ് ബങ്കർ കോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ എക്സ്പെൻസുകൾ നമുക്കറിയാം, ചിലവുണ്ടാകുമ്പോൾ എവിടെ എഴുതും? വോയേജ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തും. എന്ത് കോസ്റ്റ്? ബങ്കർ കോസ്റ്റ്. ഫ്രൈറ്റ് ഓർമ്മയിൽ വരണം. ഫ്രൈറ്റ്, അതിനുശേഷം പിന്നെ ആളിനെ കൊണ്ടുപോയാൽ പാസേജ് മണി, ഫ്രൈറ്റിൽ ഒരു പരിധിക്കപ്പുറത്ത് ചാർജ് ചെയ്യുന്ന സർചാർജ് പ്രിമേജ്, ഫ്രൈറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ആളുകളെ പിടിച്ചു വരുന്നതിന് ഏജൻറ്റുമാർക്ക് കൊടുക്കുന്ന കമ്മീഷൻ, അല്ലെങ്കിൽ ചാർട്ടർ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന കമ്മീഷൻ അഡ്രസ് കമ്മീഷൻ. കപ്പലിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കപ്പലിന് എമർജൻസി ആയിട്ട് വേണ്ട കുറേ സാധനങ്ങൾ ശേഖരിച്ച് വെക്കണം, എങ്കിലേ കപ്പൽ മുന്നോട്ട് പോവുള്ളൂ. യാത്രയ്ക്ക് വേണ്ടി വളരെ പ്രധാനമായിട്ടുള്ള സാധനങ്ങൾ സംഘടിപ്പിച്ച് വെക്കണം. അതിന് ചിലവാകുന്ന പൈസ ബങ്കർ കോസ്റ്റ്. മനസ്സിലായോ ഇത്രയും? ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. പോർട്ട് ചാർജ്. തുറമുഖത്ത് നിന്നാണോ കപ്പൽ പുറപ്പെടുന്നത്? കടൽ തീരത്ത് നിന്നല്ലേ കപ്പൽ പോവുള്ളൂ. അപ്പോൾ അവിടെ തുറമുഖത്തിൻ്റേതായ എന്തുണ്ട്? ചില ചാർജുകൾ. പ്രധാനപ്പെട്ട ചാർജായിട്ട് വരുന്നത് ഈ സാധനങ്ങളുടെ ലോഡിങ്ങും അൺലോഡിങ്ങുമായി ബന്ധപ്പെട്ട ചാർജുകളാണ് പ്രധാനപ്പെട്ട ചാർജുകളായിട്ട് വരുന്നത്. സാധനങ്ങൾ എടുത്ത് ഇറക്കി വയ്ക്കുവാനും അവിടെ നിന്ന് തിരിച്ചു കയറ്റി വയ്ക്കാനും ഒക്കെ ഉള്ള ഒരു ചിലവുകൾ. ദാറ്റ് ഈസ് നോർമലി കോൾഡ് ആസ് പോർട്ട് ചാർജസ്. തീരത്തെ കൂലികൾ അല്ലെങ്കിൽ തുറമുഖത്ത് വരുന്ന ചിലവുകൾ. ദാറ്റ് ഈസ് കോൾഡ് പോർട്ട് ചാർജസ് എന്നവർ. പോർട്ട് അതോറിറ്റീസ്, തുറമുഖ അധികാരികൾക്ക് കൊടുക്കേണ്ടി വരുന്ന ഷിപ്പ് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി, കപ്പൽ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി, സാധനങ്ങൾ ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ തുറമുഖത്തുള്ള അധികൃതർക്ക് കൊടുക്കുന്ന പണത്തെ വിളിക്കുന്ന പേരാണ് എന്ത് ചാർജ്? പോർട്ട് ചാർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? കൊടുക്കുന്നത് എന്താണ്? ചെലവാണ്. ചെലവ് എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. എണ്ണി പൊക്കോളണം ഓരോന്നായിട്ട്. ഓക്കെ, പോർട്ട് ചാർജ്, തൊട്ട് മുന്നേ ബങ്കർ കോസ്റ്റ്, അതിന് മുന്നേ അഡ്രസ് കമ്മീഷൻ. ഇത് മൂന്നും എന്താണ്? ചെലവുകളാണ്. ഓക്കെ, അടുത്ത് വളരെ വ്യത്യസ്തമായ ഒരു പേരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രാധാന്യം കൊടുക്കുക. സ്റ്റവൻഡറിങ് ചാർജസ്. എന്താണ് സ്റ്റവൻഡറിങ് ചാർജസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഇത് ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിന് കൊടുക്കുന്ന ചാർജാണ് സ്റ്റവൻഡറിങ് ചാർജസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പോർട്ട് ചാർജ് എന്ന് പറഞ്ഞിട്ട് യൂഷ്വലി നമ്മൾ ഒരു ലോഡിംഗ് ആൻഡ് അൺലോഡിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ലോഡിംഗ് ആൻഡ് അൺലോഡിങ് എന്ന് പറയുന്ന സാധനം മാത്രം വരികയും ആൻസറിനകത്തെ ഓപ്ഷനുകളിൽ സ്റ്റവൻഡറിങ് ചാർജസ് ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇനി പോർട്ട് ചാർജസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതും എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ സ്റ്റവൻഡറിങ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിന് ഈ ഷിപ്പിംഗ് കമ്പനികൾ കൊടുക്കുന്ന ചാർജാണ് എന്ത് ചാർജ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റവൻഡറിങ് ചാർജസ്. സാധാരണ രീതിക്ക് കൊണ്ടുപോകുന്ന സാധനത്തിൻ്റെ വെയ്റ്റിനും സൈസിനും ഒക്കെ അനുസരിച്ചാണ് എന്ത് കൊടുക്കുന്നത്? ഈ സ്റ്റവൻഡറിങ് ചാർജസ് കമ്പനി കൊടുക്കുന്നത്. കമ്പനി കൊടുക്കുമ്പോൾ കമ്പനിയെ സംബന്ധിച്ച് ചിലവാണ്. എവിടെ എഴുതും? വോയേജ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ടേമുകളൊക്കെയാണ്. ടേമുകൾക്ക് പ്രാധാന്യം കൂടുന്നതിനനുസരിച്ച് ആ മേഖലയിലുള്ള പഠനത്തിനും ഒരു ഊന്നൽ കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കൃത്യമായും തന്നെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. താങ്ക് യു.